ഇന്ന് രാവിലെ വെള്ളയാണി വവ്വാമൂലയിൽ നിന്ന് നമുക്ക് ഒരു കോള് വന്നു. ആ കോളിൽ പറയുന്നത് ഒരു ബൈക്ക് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി എന്നാണ്. ഒരു രസകരമായ രീതിയിൽ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സംഭവം രസകരമല്ല. ഇതാണ്, ഇതിൽ നമ്മളെന്തായാലും തൊടുന്നില്ല. ഒരു കയറിൻ്റെ താഴെ ഒരു ബൈക്ക് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. CT100 ആണ് ബജാജിൻ്റേത്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സീറ്റൊക്കെ ഒരു കത്തിയ രൂപത്തിലാണ് കാണുന്നത്. ബൈക്കിൻ്റെ നമ്പർ KL01GCG 1734 എന്ന് നമുക്കിവിടെ നിന്ന് ദൂരെ നിന്ന് വായിക്കാനും പറ്റും. നാട്ടുകാർ നമ്മൾ വിളിച്ച പോലെ പോലീസിനെയും വിളിച്ചിട്ടുണ്ട്. പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ഇതിനകത്ത് അപ്പുറത്ത് ആളുകൾ വല്ലതും ഉണ്ടോ എന്നൊരു സംശയം നാട്ടുകാർക്കുണ്ട്. കാരണം ചെളിയാണിത്, ഇതാണ്. അപ്പോൾ ചെളിയായതുകൊണ്ട് പോള മാറിയപ്പോഴാണ് ഇത് കണ്ടത്. കുറച്ച് നാട്ടുകാർ ഇവിടെ ഉണ്ട്. ഇത് എന്താ ചേട്ടാ, എന്താന്ന് വല്ല പിടുത്തണ്ടോ? മീൻ പിടിക്കുന്ന പയ്യന്മാരാണ് ഇത് കണ്ടത്. അവർ മീൻ വള്ളത്തിൽ വലയിൽ കൊണ്ടുവന്നിട്ട് ഇതിലിവിടെ കെട്ടിയിടും, വെള്ളത്തിലോട്ട് കെട്ടിയിടും. കുറച്ച് സമയം ഇത് ചാവാതെ കിടക്കാൻ വേണ്ടി. അങ്ങനെ അവരാണിത് കണ്ട് ഇതിങ്ങനെ അറിയിച്ചത്. ഇത് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ എത്തും. നിങ്ങളൊക്കെ ഇവിടെ നാട്ടുകാരാണ്? ഇവിടെ ഉള്ള ഇങ്ങനെ വല്ല സംഭവത്തിന് മുമ്പല്ലോ? ഇതിന് മുമ്പൊന്നും നടന്നിട്ടില്ല ഇതേപോലെയൊന്നും. രാത്രി ഏതെങ്കിലും തരത്തിൽ ഈ മദ്യം കഴിക്കാൻ അങ്ങനത്തെ ആളുകൾ വരുന്നൊരു സ്ഥലമാണോ? പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്നതാണ്, രാത്രിയൊക്കെ വന്നിരിക്കുന്നതാണ്. ഇത് വെള്ളയാണി കായൽ. ഓക്കെ, ഇതാണ് നാട്ടുകാർക്ക് ഉള്ള വിവരം. വെള്ളയാണി കായലാണ് ഈ കാണുന്നത്. മുഴുവൻ കായലാണ്. കായലിൻ്റെ ഒരറ്റത്ത് ഇത് ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഉറപ്പാണ്. അതല്ലെങ്കിൽ ഇതിങ്ങനെ ഈ കയറിൽ കെട്ടി തൂക്കി നിർത്തി കത്തിക്കേണ്ട ഒരു കാര്യമില്ല. സീറ്റിൻ്റെ ഭാഗം കണ്ടാൽ അറിയാം, കൃത്യമായി കത്തിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഒന്നുമില്ല, ഹെഡ്ലൈറ്റ് ഭാഗങ്ങളൊന്നും കാണുന്നില്ല. അതൊന്നല്ലെങ്കിൽ അടിച്ച് തകർത്തതാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിച്ചതാണ്. നമ്മളിപ്പോൾ ഇത് എടുക്കുമ്പം ആരോ ചെയ്ത ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഇനി മറ്റേതെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയമൊക്കെ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അത് പോലീസ് ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകൂ. ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ ബൈക്കിൻ്റെ ഉടമസ്ഥൻ്റെ RC ഓണർ തപ്പി വന്നതാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് വന്നതാണ്. അവർക്കൊപ്പം നമ്മളും വന്നു. ആർക്കും വേറെ അപകടമൊന്നുമില്ല തോന്നുന്നു. അപകടമൊന്നുമില്ല. ഇത് എന്താ സംഭവിച്ച മുമ്പ് ബിയർ കുപ്പി കൊണ്ട് ഈ പയ്യന്മാർ ഒരാളുടെ ബിയർ കുപ്പി കൊണ്ട് തലയ്ക്ക് അടിച്ചു. അപ്പോൾ അവന്മാർ ഊക്കോട് വെച്ച് ആണ് ഇവൻ ആ കേസ് റിമാൻഡിലായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ മറ്റേ അടി കൊണ്ട ആളും ടീമുകളാണ് ചെയ്തിട്ട് ഇന്നലെ തിരിച്ചടിച്ചത്. പരിക്കൊണ്ടെന്ന് തോന്നുന്നല്ലേ? പരിക്കൊണ്ട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പോലീസിനെ ഒന്നും അറിയിച്ചിട്ടൊന്നുമില്ലായിരുന്നു. വണ്ടി പോയി, പരിക്ക് ഉണ്ടായിരുന്നു, അതൊന്നും അറിയിച്ചില്ല. ഇതാണ് ആ പയ്യൻ്റെ വീട്. RC ഓണറെ പോലീസ് തപ്പി വന്നപ്പോഴാണ്. ചേട്ടാ, അവനൊന്ന് വിളിക്കുമോ? മൊത്തം ഇതെന്താ വെട്ട് കിട്ടിയതാ? ഇന്നലെ ആയിരുന്നോ? പുറത്തൊക്കെ ഉണ്ട്. എല്ലാം കത്തി വെച്ചാ? എത്ര പേരുണ്ടായിരുന്നു? 4-5. എന്താ സംഭവിച്ചെന്താ? കൊല്ലാൻ വേണ്ടി വെട്ടി, അത്ര തന്നെ. ഇതിനു മുമ്പുള്ള വൈരാഗ്യം എന്താ? ഇതിനു മുന്നേ അത് സ്ഥലത്ത് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിപിടിയുള്ള ചേട്ടന്മാരെ. പേരെന്താ? സജിൻ. ഇതിനു മുമ്പ് വേറൊരു ടീമിൻ്റെ തലയ്ക്ക് ബീറൂപ്പ് ഇട്ട് അടിച്ചിരുന്നോ? അടിച്ചിരുന്നു. റിമാൻഡിലായിരുന്നോ? റിമാൻഡിലായിരുന്നു. എപ്പോഴാണ് ഇറങ്ങിയ? ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം ആ ടീം തന്നെയാണോ? അവർ സജിൻ തലക്കടിച്ച ആ ടീം തന്നെയാണ്? തന്നെയാണ്. എന്നിട്ട് ബൈക്ക് എങ്ങനെയാണ് അവിടെ എത്തിയത്? ഞാൻ ബൈക്കിലാണ് പോയത്. ഞാൻ ഒരു കല്യാണത്തിൻ്റെ ആവശ്യമായിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഇത് വണ്ടി അവിടെ വെച്ച് ലോക്ക് പൊട്ടിച്ചെടുത്തോണ്ട് പോയിരുന്നതാണ്. എന്നിട്ട് കായലിൽ കൊണ്ട് താത്തി? എവിടെ താത്തിയെന്ന് അറിയത്തില്ല. എവിടെ വെച്ചാ ബൈക്ക് മേടിച്ചോണ്ട് പോയത്? സജിൻ്റെ മേടിച്ചോണ്ട് പോയി എടുത്തിട്ട് പോയത് ഊക്കോട്. അപ്പോൾ അവരെങ്ങനെ ഇവിടെ എത്തിച്ചു? ഈ വവ്വാമൂല വരെ ബൈക്ക് എങ്ങനെ എത്തിച്ചു? ഓട്ടിച്ചരിയും പോയില്ല, ലോക്ക് പൊട്ടിച്ച് വണ്ടി ഓട്ടിച്ചരിയും പോയി. ബൈക്ക് കാണാത്തപ്പോൾ ഈ വെട്ട് കിട്ടിയിട്ടൊന്നും പോലീസ് പരാതിപ്പെട്ടൊന്നുമില്ല? അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ രണ്ട് ടീം തമ്മിലുള്ള അടിയാണ്. ഇതൊക്കെ വെട്ട് കിട്ടിയതാണ് എന്നാണ് സജിൻ പറയുന്നത്.
ഈ സംഭവം നടന്നിട്ടുള്ളത് ഊക്കോട് വെച്ചാണ്. ഊക്കോട് നേമ സ്റ്റേഷൻ വരുകയാണ്. പോലീസ് വിഴിഞ്ഞം പോലീസാണ് ഇവിടെ ഉള്ളത്. എന്തായാലും സ്റ്റേഷനിലേക്ക് ഇവരോട് പോകാൻ പറഞ്ഞു. നമ്മൾ പോലീസുകാരുടെ കൂടെ തന്നെ വന്നപ്പം ഈ പയ്യൻ കിടന്നുറങ്ങുമായിരുന്നു. അച്ഛനും അമ്മയൊക്കെയാണ്, ചെറിയൊരു വീടാണ്. ഇതിനു മുമ്പുള്ള ഒരു അടിയുടെ പ്രതികാര അടിയാണ് കണ്ടത്. ബൈക്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് ഇപ്പോഴും ബൈക്കിൻ്റെ ഉടമസ്ഥനായ ആൾക്കറിയില്ല. പക്ഷേ ബൈക്ക് പോയി കഴിഞ്ഞ് പരാതിയോ മറ്റോ ആ തരത്തിൽ കൊടുക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഭാഗ്യത്തിന് ആശുപത്രി പോയിട്ടുണ്ട്. ആശുപത്രി പോയി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.